അങ്ങേറ്റം ഗുരുതരമായ ഒരു സംഭവമാണ് ഇന്നലെ ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ ഉണ്ടായത്. മുമ്പൊരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഒരു വനിതാ മന്ത്രിയെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴല്ല, അവർ യാത്ര ചെയ്യാനായി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന സമയത്ത് അവർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നു, കൊലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുന്നു. വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്താകെ ഉയർന്നു വന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒരുമിച്ച് നിന്ന് ഈ വിഷയത്തിനെതിരെയുള്ള അവരുടെ വികാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ 2 പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തു. ഒന്ന്, കൊല്ലം നഗരത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും പുത്തലത്ത് സഖാവും ഒക്കെ പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് രാത്രി DYFI കൊല്ലം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിലും പങ്കെടുത്തു. പ്രതിഷേധ പ്രകടനം വലിയ വൈകാരികമായിട്ടാണ് ഉണ്ടായത്. കാരണം വനിതാ മന്ത്രിക്ക് നേരെ ഉണ്ടായ കയ്യേറ്റം, കൊലപ്പെടുത്താനുള്ള ശ്രമം, വനിതാ മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളതിനപ്പുറം വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തി നമ്മളെല്ലാം സംബന്ധിച്ച് ഞങ്ങളുടെ പ്രിയങ്കരിയായ സഖാവാണ്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അങ്ങനൊരു സഖാവിന് നേരെ ഇത്തരത്തിൽ കൊലപ്പെടുത്താനൊരു ശ്രമം കേരളം പോലൊരു മണ്ണിൽ നടത്തുമ്പോൾ അത് വലിയ തോതിലുള്ള വൈകാരികമായ പ്രക്ഷോഭത്തിലേക്കും വലിയ തോതിലുള്ള വൈകാരിക പ്രതികരണങ്ങളിലേക്കുമാണ് ചെറുപ്പം മുമ്പോട്ട് പോയത്. ആ പ്രകടനത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തു. പ്രകടനത്തിൽ വൈകാരികമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. മുദ്രാവാക്യങ്ങൾ ആദ്യഘട്ടങ്ങളിൽ കേൾക്കുമ്പോൾ, നമ്മൾ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ആ മുദ്രാവാക്യത്തിനോടൊപ്പം ഏറ്റുവിളിച്ചു പോകും. പക്ഷേ CPM-നെ സംബന്ധിച്ചും DYFI എല്ലാം സംബന്ധിച്ചും പുരോഗമന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും നമുക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കൊപ്പവും അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പവും നിൽക്കുന്ന പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്സാണ്. ഞാൻ എല്ലാ ഘട്ടത്തിലും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. അത് ചെറിയ പ്രതികരണങ്ങളിലാണെങ്കിൽ പോലും വാക്കുകളിലാണെങ്കിൽ പോലും അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന വിഷ്വൽ എന്നൊക്കെ പറയുന്നത് കട്ട് ചെയ്തെടുക്കുന്ന വിഷ്വൽ മാത്രമാണ്, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മുഴുവനായിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് മറ്റ് ലഭ്യമാകുന്നതാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ പരിശോധിച്ചിട്ട് വേണം ഇത്തരം പ്രചരണങ്ങളൊക്കെ ഇടാൻ. ഞാനൊരു സ്ക്രോള് കണ്ടത് അസഭ്യം പറഞ്ഞു ചിന്താ ജെറോം, അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി ചിന്താ ജെറോം എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളുമല്ല. ഞങ്ങളാരും അങ്ങനെ ചെയ്യുന്നവരല്ല. ഞങ്ങളെല്ലാവരും സ്ത്രീകൾക്കൊപ്പവും അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പവും നിൽക്കുന്നവരാണ് ഇടതുപക്ഷ പ്രവർത്തകർ എന്നുള്ളത്. ഇതാദ്യമായിട്ടല്ലല്ലോ എന്നെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു തവണ ആ സ്ക്രോള് കണ്ടുപോകുന്നവർ വിചാരിക്കുക ഞാനേതോ യോഗത്തിൽ പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഞാൻ അസഭ്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ അസഭ്യം പറയുന്ന ഒരാളാണ്. ഇതൊക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതല്ലേ. ഇത് കണ്ടുപോകുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് എന്താണ് കരുതുക? അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്രമിക്കുക? അത് ഇങ്ങനെ ആക്രമിക്കുന്നവർ, മുഖമില്ല പ്രൊഫൈലുകളിലൂടെ ഇത് പ്രചരിപ്പിക്കുന്നവർ, അതുപോലെ തന്നെ വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ മറ്റൊരു തരത്തിൽ മാനസികമായിട്ട് എന്നെയും ഞാൻ സ്നേഹിക്കുന്ന കുടുംബത്തെയും എൻ്റെ സുഹൃത്തുക്കളെയും സഖാക്കളെയും വേദനിപ്പിക്കുന്ന ഒരു പരാമർശം തന്നെയല്ലേ ഇങ്ങനെ അസഭ്യം പറഞ്ഞു, തെറി വിളിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പം അത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ അതിൽ നിന്നും പിന്നോട്ട് പോകണം, വസ്തുതകൾ മനസ്സിലാക്കണം. ഇത്തരം മുദ്രാവാക്യം വിളികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ വൈകാരികമായ ഏതെങ്കിലും മുദ്രാവാക്യം വിളി ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതൊക്കെ വിലക്കാനുള്ള പൊളിറ്റിക്സ് ഞങ്ങൾക്കറിയാം. അത് വിലക്കിയിട്ടുമുണ്ട്, ഏറ്റുവിളിച്ചിട്ടില്ല പിന്നീടുള്ള ഘട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തെറ്റായ വാക്കുണ്ടാകുന്നെങ്കിൽ. പക്ഷേ ഇവിടെ ഉണ്ടായ സംഭവത്തിൻ്റെ ഗൗരവം നമ്മൾ കുറച്ച് കാണരുത്. കേരളത്തിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ എത്രയോ നാളുകളായി ഇത്തരം പ്രചരണം നടത്തുകയാണ്. ജനപക്ഷ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള, ഇടതുപക്ഷ ബദലിനെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണ് നടത്തുന്നത് പ്രതിപക്ഷ നേതാവ്. തീർച്ചയായിട്ടും ഈ പ്രചരണം പ്രതിപക്ഷ നേതാവ് നിരന്തരമായി ജാഥ നടത്തി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നുണകൾ ഓരോ ഘട്ടത്തിലും പൊളിഞ്ഞ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നു. ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. നിങ്ങളിപ്പോൾ വരുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്, ഞാനിപ്പം DYFIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. നമ്മുടെ ചെറുപ്പക്കാരികളായിട്ടുള്ള PSC ഉദ്യോഗാർത്ഥികൾ ലഡുവായിട്ട് വന്ന് നിൽക്കുകയാണ്. അവർ വന്ന് നിൽക്കുന്നത് പ്രായപരിധി 40 വയസ്സാക്കി മാറ്റിയതിലുള്ള സന്തോഷത്തിൻ്റെ ഭാഗമായി വരികയാണ്. അപ്പം ഇങ്ങനെ കുട്ടികൾ, സ്ത്രീകൾ, നമ്മുടെ നാട്ടിലെ ചെറുപ്പം എല്ലാവരും ഈ ഗവൺമെൻറ്റിനൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ തകർക്കണം, അതിന് എല്ലാ തരത്തിലുമുള്ള നുണപ്രചരണം നടത്തുന്നു. മുഖ്യമന്ത്രി മുതൽ വളരെ സാധാരണക്കാരായ പ്രവർത്തകരെ വരെ ആക്രമിക്കുന്നു. ബംഗാളിലും മറ്റിടങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടതുപോലെ കയറി വന്നങ്ങ് കയ്യേറ്റം ചെയ്യുകയാണ്, മർദ്ദിക്കുകയാണ്. ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും?
അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ആ പ്രതിഷേധങ്ങളിൽ സ്വാഭാവികമായ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ തിരുത്താനും സ്ത്രീപക്ഷ പുരോഗമന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SFI കാലം മുതൽ നിന്നിട്ടുള്ളത്. എല്ലാ കാലത്തും മരണം വരെ അത് തുടർന്നുകൊണ്ടുപോകും. പല ഘട്ടത്തിലും ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇപ്പം എനിക്ക് നേരെ മാത്രമല്ല ഓരോ വ്യക്തികൾക്ക് നേരെ, പ്രിയങ്കരിയായിട്ടുള്ള മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറിനെ ഉൾപ്പെടെ ഏതൊക്കെ നിലയിലാണ് പറഞ്ഞ വാക്കുകൾ എന്നുള്ളത് നമുക്കറിയാം. കോവിഡ് കള്ളി എന്നുള്ള പ്രയോഗം വരെ പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് ടീച്ചർക്ക് നേരെ. ശ്രീമതി ടീച്ചർ വലിയ തോതിൽ നേരിട്ടു. ഇപ്പം വീണ ജോർജ് അവർ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ശാരീരികമായ അതിക്രമം കൂടി നേരിടുകയാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലെ ഇത്തരം വ്യക്തിഹത്യകൾ നേരിട്ടുകൊണ്ട് തന്നെ വരികയാണ്. പക്ഷേ ഇതൊക്കെ ആ പ്രധാന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് എന്ന് മനസ്സിലാക്കണം. ഇത് പ്രചരിപ്പിക്കുന്നവർ മുഴുവൻ വിഷ്വൽ കാണണം. അത് തിരുത്താനും അതോടൊപ്പം തന്നെ അത് ഏറ്റുവിളിക്കാതെ തുടർന്നു പോകാനും. ഇതൊരു മാസമായി നടക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനമല്ലേ. അപ്പം അതിൽ വൈകാരികമായി സഖാക്കൾ, ആ സമയത്ത് വൈകാരികമായി പങ്കെടുക്കുന്ന പ്രവർത്തകർ, അവരുടെ ഒരു പ്രതിഷേധമുണ്ടാകുമല്ലോ. എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ പ്രതിഷേധം ഇരമ്പി കത്തുന്നൊരു സമയമല്ലേ. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം എപ്പോഴും സ്ത്രീപക്ഷ രാഷ്ട്രീയവും ദളിതുകൾക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്നതും അരികുവൽക്കരിക്കുന്ന മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതും സാധാരണക്കാർക്കും ഒപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പം അത്തരത്തിൽ ഒറ്റ ലൈൻ സ്ക്രോൾ ഇറക്കി അസഭ്യ വർഷവുമായി ചിന്തയെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾ വന്നപ്പോൾ. ഇല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് പോട്ടെ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പലതും പറയുമല്ലോ എന്ന് കരുതി വിടും. പക്ഷേ ആ സ്ക്രോള് കാണുമ്പം ഇനി ഞാൻ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞോ എന്നാരെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവർ തെറ്റിദ്ധരിച്ചാലോ, അതുകൊണ്ടാണ് ഒരു വിശദീകരണം പറഞ്ഞില്ലേ. ഇതൊന്നും വിശദീകരണം പോലും ആവശ്യമുള്ള കാര്യമല്ല, അത്ര മാത്രമേ പറയാനുള്ളൂ.